For example, ശുശ്രൂഷകന്മാരെയും മൂപ്പന്മാരെയും തന്നെ മനസ്സിൽ കാണുക, the deacons and the elders. It is good that God gave those ministries to them, but when they minister, they should minister as servants to others. That servant attitude ought to be there. May the Lord help us that we may have this. We are servants one another, doulos one another, with love serve one another. കർത്താവ് തന്റെ സ്നേഹം കാട്ടുവാൻ താൻ ആ അവസരം ഉപയോഗിച്ചതുപോലെ, കാല് കഴുകിയ അവസരം ഉപയോഗിച്ചതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങൾ കാല് കഴുകിയായിരിക്കില്ല. നമ്മുടെ സാഹചര്യങ്ങളിൽ എന്താണോ നമ്മുടെ സ്നേഹം കാട്ടുവാൻ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ദാസ്യത്വം കാട്ടുവാൻ, ശുശ്രൂഷ കാട്ടുവാൻ, അല്ലെങ്കിൽ സേവ നൽകുവാനുള്ള അവസരം ഏതെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നവരായിരിക്കണം. അതാണ് ആ മാതൃക. നിങ്ങൾ തമ്മിൽ കാൽ കഴുകണമെന്ന് കർത്താവ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം അതാ. നമ്മുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ സ്നേഹം കാട്ടാം, അത് കാട്ടുവാൻ ഏതറ്റം വരെ പോകാം, ആ അറ്റം വരെ പോകാനുള്ള തയ്യാറ് നമുക്കുണ്ടാവണം. ദാറ്റ് ഈസ് ബീങ് സർവൻസ്. സഭയിൽ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവുക? സഭയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക, മറ്റുള്ളവർക്ക് ഞാൻ ദാസനെന്നെണ്ണുക. കർത്താവ് നമുക്കെല്ലാം, എന്നെ കേൾക്കുന്നവർക്കൊക്കെ ഓരോ ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവർ എൽഡേഴ്സ് ഉണ്ടായിരിക്കാം, സഭയില് മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം, സൺഡേ സ്കൂൾ എടുക്കുന്നവരുണ്ടായിരിക്കാം, മറ്റു പല നിലകളിൽ തമ്മിൽ മറ്റാരും അറിയാത്ത ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം, വ്യക്തിപരമായിട്ടുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് പ്രബോധനങ്ങൾ നൽകുന്നവരായിരിക്കാം. ചിലപ്പോ ചിലർ സൺഡേ സ്കൂളിൽ ചില കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ശുശ്രൂഷയായിരിക്കാം ചിലർക്കുള്ളത്. വിവിധ ശുശ്രൂഷകളുണ്ട്, സഹായപരമുണ്ട്. ഇതൊക്കെ നാം മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോ എനിക്കിച്ചിരി കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്നല്ല. പിന്നെ I am a servant to others. That servant attitude should be there. ഏറ്റവും മെച്ചമായ ഉദാഹരണം അതിന് ക്രിസ്തു തന്നെ, നമ്മുടെ കർത്താവ്. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നമുക്കിരിക്കാം. നമുക്ക് പരിചയമുള്ള ഒരു ഉപമയുണ്ടല്ലോ, നല്ല ശമരിക്കാരന്റെ ഉപമ. നാം സാധാരണ ആരാധനാ സമയങ്ങളിലൊക്കെ ആ ഭാഗം എടുത്ത് നാം ചിന്തിക്കാറുള്ളതാണ്, നല്ല ശമരിക്കാരൻ. വാസ്തവത്തിൽ നാം ആരാധനയ്ക്ക് സാധാരണ ചിന്തിക്കുമ്പോ കർത്താവ് നല്ല ശമരിക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് നാം അത് വിശദീകരിക്കാറുള്ളത്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് അതല്ല. കർത്താവ് പഠിപ്പിച്ച ആശയം അതായിരുന്നില്ല. എന്താണ് കർത്താവ് പഠിപ്പിച്ച ആശയം? ആ ഭാഗം നാം നോക്കുമ്പോൾ ആ വ്യക്തി കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം നാം കാണുന്നുണ്ട്. എന്റെ അയൽക്കാരനാര്, എന്റെ കൂട്ടുകാരനാര്, ഹു ഈസ് മൈ നെയ്ബർ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. ഹു ഈസ് മൈ നെയ്ബർ? Is it a big question? The Lord could have said, well, you want to know who is your neighbor? Open your door, go outside and see who is staying next door. He's your neighbor. So answer was simple, isn't it? But remember, that was not the problem. He was not asking literally who is the person living next to me. The question was based upon many arguments that was going on among the Jewish people. For them, for a Jewish person, only a Jew was a neighbor. A Gentile, if he comes and stays next door, he is not a neighbor. You don't have to love him. ഒരു ജാതികളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ അടുത്ത് വന്ന് താമസിച്ചാൽ അവൻ അയൽക്കാരനല്ല, അവൻ കൂട്ടുകാരനല്ല, അവനോട് സ്നേഹം കാണിക്കുവാൻ ആവശ്യമില്ല. That was the teaching among rabbinic teaching among the Jewish people. So that question had to do with that. Who is my neighbor? Is it only an Israelite? Is it only a Jew? Or a Gentile also can become a neighbor of what? In answer to that, the Lord gave that parable of the Good Samaritan. We know the story. That man was attacked by the thieves. The man who was going from Jerusalem to Jericho, he was left half dead. And then we see a priest coming. Then we see a Levite coming. They didn't do any good. And then this man who
The Samaritan, he came and did good to him. I'm not going into the details of it. After telling all that he did, the Lord asked this question. What was that question? Who is the neighbor to that half-dead man? Who is the neighbor to that half-dead man who was left there? And what was the answer? That man gave the answer, right answer. He didn't say just Samaritan. He will not take that name on his tongue. That was the attitude that they had towards the Jews. What is the answer he gave? The man who did good to the other man. Yes, the Lord took that as an answer. Then what did the Lord say? Lord said, you also go and do likewise. You also go and do likewise. What does it mean? Be a neighbor to others. Be a neighbor to others. Serve others. Help others. Be a neighbor to others. What was the question? Who is my neighbor? What is the answer? Be a good neighbor. I hope you understood it. The Lord was turning the table masterfully over against that man who questioned. കർത്താവിനോട് അവൻ ചോദിച്ചുകൊണ്ട് വന്നത് എന്റെ അയൽക്കാരനാര്? എനിക്കൊന്ന് മലയാളത്തിൽ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. നെയ്ബർ, ഇംഗ്ലീഷിൽ നെയ്ബർ എന്നാണ്. എന്നാൽ കർത്താവ് അവനോട് പറയുന്നത്, നീ നല്ലൊരു അയൽക്കാരനായിരിക്കുക, നീ ആ സമരിയക്കാരനെ പോലെ ചെയ്യുക. ആരാണ് എന്റെ അയൽക്കാരൻ? ആർക്ക് ഞാൻ നന്മ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യക്കാർ ചുറ്റും ആവശ്യത്തിനുണ്ട്, വഴിവെക്കിന് ആവശ്യത്തിനുണ്ട്. നാം അവർക്ക് നല്ല സമരിയക്കാരനായിരിക്കണം. നാം അവർക്ക് നന്മ ചെയ്യണം. നാം അവരെ സേവിക്കണം. Serve one another in love, or with love serve one another. This is the big duty. സ്ഥല സഭകളിൽ നടക്കണം. സേവയിലൂടെ അല്ലെങ്കിൽ ആ അടിമവേലയിലൂടെ, ശുശ്രൂഷയിലൂടെ എങ്ങനെ മറ്റു വിശ്വാസികൾക്ക് സേവ ചെയ്യാം എനിക്കെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കേണ്ടത് ആവശ്യം. And whatever I do to others, it is the exercise of that service, or the duty of a bond slave. തമ്മിൽ ദാസന്മാർ എന്നുള്ള ആ മനസ്സ് തമ്മിൽ ഉണ്ടാകുവാനായിട്ട് ഇടവരട്ടെ. Serve one another, or we are servants one another. I hope it is clear. We are servants one another. തമ്മിൽ അടിമകളാ, ദാസന്മാര്. രണ്ടാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത്, നാം തമ്മിൽ ആ examples are. We are models one another. നാം തമ്മിൽ മാതൃകകളായിരിക്കണം. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ചില വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 തിമോത്തിയോസ് 4-ാം അധ്യായം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന നിർദ്ദേശം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നോക്കുക. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 12-ാം വാക്യം. Let no man despise thy youth, but be thou an example of the believers in word, in conversation, in charity, in spirit, in faith, in purity. Be thou an example. Example means a blueprint. ഒരു മാതൃക. നാം മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കണം. ഇങ്ങനെ ഒന്ന് വിചാരിക്കുക, നമ്മുടെ സഭയിലുള്ള എല്ലാവരും നമ്മളെ മാതൃകയാക്കുന്നു വിചാരിക്കുക. നമ്മള് പലരുണ്ടല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നാം മനസ്സിലോർക്കുക. നമ്മളെ മറ്റുള്ളവർ മാതൃകകളാക്കുന്നു എന്ന് വിചാരിക്കുക. മാതൃകകളാക്കി നമ്മുടെ ജീവിതം പോലെ അവർ ജീവിക്കുന്നു. അവരുടെ ജീവിതം എങ്ങനെ ഇരിക്കും? അങ്ങനെയായാൽ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഗുണമാകുമോ വിഷമകരമാകുമോ? നമ്മുടെ ജീവിതം എങ്ങനെയോ അതിനനുസരിച്ചിരിക്കും. നാം ഒന്ന് ഓർക്കേണ്ടത്, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ ആരെങ്കിലും ഒക്കെ മാതൃകകളാക്കുന്നു എന്ന് നാം ഓർക്കണം. ചിലപ്പോൾ നമ്മെക്കാളും ചെറുപ്പമായിട്ടുള്ളവരായിരിക്കാം. ആ അങ്കിൾ അങ്ങനെയാണല്ലോ, ആ അങ്കിൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടല്ലോ, അപ്പൊ അങ്ങനെ എനിക്കും പറയാമല്ലോ. ഇങ്ങനെയുള്ള ചിന്തകൾ
ഭാവങ്ങൾ അവരുടെ മനസ്സിൽ അടിയുക. It is being impressed on them. We are putting this impression upon their minds. Intentionally or unintentionally, others are watching us. Others are viewing our life. And impression as to how we have to live, or rather, they have to live is being, impressed on their mind by viewing us. And how their life will be if they start living like you and I. Be thou an example. Now come to that verse. What does Paul say? Be thou an example of the believers in word, in conversation, in charity, in spirit, in faith, in purity. 6 കൂട്ടം കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. KJV-യിൽ 6 കൂട്ടം കാര്യങ്ങൾ. മലയാളം നാം നോക്കിയാൽ 6 ഇല്ല 5 ഉള്ളൂ. മലയാളത്തിലെ തർജ്ജമയാണ് കുറച്ചുകൂടി നന്നായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ മോഡേൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസിലും 5 ഉള്ളൂ. അതുകൊണ്ട് ഒന്നൊഴിച്ചിട്ട് നമുക്കത് വായിച്ചു നോക്കാം. Be thou an example of the believers in word, in conversation, in charity. അതിനുശേഷം ഇൻ സ്പിരിറ്റ് എന്നാണ് മലയാളത്തിൽ. ഇൻ സ്പിരിറ്റ് എന്നുള്ളതില്ല, ആത്മാവിൽ എന്നുള്ളതില്ല. After, in charity or in love, it is in faith, in purity. In charity, in faith, in purity. Now, you can divide this 5 into 2. ഈ 5 എണ്ണത്തെ നമുക്ക് 2ആയി തിരിക്കാം. ആദ്യത്തെ 2ഉം പിന്നത്തെ 3. ആദ്യത്തെ 2 എണ്ണം ഏതൊക്കെയാ? What are the first 2? Word and conversation. Conversation means contact. Word and contact. Our speech and our contact. And what are the last 3? Love, faith, and purity. Love, faith, and purity. Let me tell you one thing. In our last class, we saw how men and women ought to be in the church. Remember that? How men ought to be lifting up hands and all that I explained. These were the 3 things. The same thing Paul tells over here also. Love, faith, and holiness. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം, അതായത് നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, അതുപോലെ നമ്മുടെ കോണ്ടാക്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, അനുദിന ജീവിതം, ഈ 2 മണ്ഡലങ്ങളിലാണ് നാം മാതൃകകളാകേണ്ടത്. എങ്ങനെ മാതൃകകളാകണം? ഒടുവിലത്തെ 3 ഗുണങ്ങളോടെ. എന്താണ് ആ 3 ഗുണങ്ങൾ? സ്നേഹം, വിശ്വാസം, വിശുദ്ധി. അല്ലെങ്കിൽ ആദ്യത്തെ തന്നെ എടുക്കുക. ആദ്യത്തെ മണ്ഡലം നമ്മുടെ വാക്കുകളാണ്. നമ്മുടെ വാക്കുകൾ സ്നേഹത്തോടെ ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ വിശ്വസ്തയോടെ ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ വിശുദ്ധിയോടെ ആയിരിക്കണം. രണ്ടാമത്തത് കോണ്ടാക്ട്, നമ്മുടെ അനുദിന ജീവിതം, നമ്മുടെ അനുദിന വൃത്തി. അതെങ്ങനെയായിരിക്കണം? സ്നേഹത്തോടെ ആയിരിക്കണം, വിശ്വസ്തയോടെ ആയിരിക്കണം, മാത്രമല്ല വിശുദ്ധിയോടെ ആയിരിക്കണം. ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വേണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത്? നാം മാതൃകകളാകും. വാക്കിലും പ്രവൃത്തിയിലും മാതൃകയുള്ളവരായിരിക്കണം. സ്നേഹം, വിശ്വാസം, വിശുദ്ധി. വിശ്വാസമെന്നും വിശ്വസ്തതയെന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് നാം മറ്റുള്ളവർക്ക് മാതൃകകളാകുന്നത്. നാം ഒന്ന് ഓർക്കേണ്ടതാ, അത് പറയുന്നതിന് തൊട്ട് മുമ്പ് താൻ പറയുന്നത്, ലെറ്റ് നോ മാൻ ഡിസ്പൈസ് ദൈ യൂത്ത്. നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് എന്ന് വെച്ചാൽ തിമോത്തിയോസ് യൗവനക്കാരനായിരുന്നു. അവിടെ ഉള്ളവർ, ഇതൊരു പഴയ സഭയാ, എഫെസോസ് സഭയിലാണ് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. പഴയ സഭയാ. തിമോത്തിയോസിനേക്കാളും പ്രായമുള്ള പലരുമുണ്ട്. They may despise him. Hey, you are a young person. We have learned more than you. We have learned more from Paul than you have learned from him. So many things people can say against him because he was a young person. Bible students think that he was in his early 30s.
So others may despise. And when they despise, what you should do? Get hold of some young people, start another church. Is that what he says? No, not at all. Be the one example. With an exemplary life, you win others. I hope it is clear. Let me tell you one thing. To gain others for the Lord and to see them growing in the Lord, love is the most important thing. Without love, we cannot do anything. It is with love that we can gain others for the Lord. I remember an illustration from Sadhu Sundar Singh. That name is very familiar to all of us. And when some festival was going on the banks of Ganges, he was having an outreach ministry there, Sadhu Sundar Singh. He was standing on that banks of Ganges and he was preaching. And while he was preaching, one religious fanatic came, took a handful of sand and threw on his face. And the sand went into his eyes. And he could not see anything and he was in great pain. And he started going to the water. Went into the water, washed his eyes and removed all, sand particles. And when he came back from the water, the people who saw this man throwing sand into the eyes of that Sadhu Sundar Singh, those people caught him and he was beating him up for doing that. And then Sadhu Sundar Singh came in. And it is told that Sadhu Sundar Singh asked the people to stop beating him. And then he hugged him and he stopped them from, attacking him. And it is told that touched that man, that attacker very much. And he himself asked, the man who put the sand into the eyes of Sadhu Sundar Singh, he asked Sadhu Sundar Singh to continue preaching. And he started preaching again. And it tells that this man sat at the feet of Sadhu Sundar Singh and listened to all that Sadhu Sundar Singh preached. And later, he received the Lord Jesus Christ as his Savior and became a Christian. Love gained him, nothing else. Love. In the assembly context, that becomes sometimes necessary. Even with people outside, it becomes necessary. Only love gains people, nothing else. Not our authoritative attitudes and things like that. With love, we can gain others, nothing else. How did God gain us to himself? By love. What did Christ do? He loved us and gave himself. That's how he gained us. That is the model for us also. So let us have that example before us and follow that. Love, then faithfulness or faith, and then holiness. I'm not going to explain all that. We don't have time. May the Lord help us that we may look into our own lives and see how we, fare in connection with that. Now, let me just show another portion to our attention. Come to Psalm 673. Psalm 73. Psalm 73 is a psalm which Asaph wrote. And he wrote that in a very big problem that he had. When you read that whole psalm, we see that very clearly. What was he telling? He was telling that there is no use serving God. It is better to be like wicked, the sinners. Look at verse 3, he says, "For I was envious at the foolish when I saw the prosperity of the wicked." I don't have to explain this, isn't it? We all know it. So he is telling, well, verse 12 says, "Behold, these are the ungodly who prosper in the world. They increase in riches." Verse 13, then he says, "Verily I have cleansed my heart in vain and washed my hands in innocency."
പറയുന്നത് ദുഷ്ടനായിട്ടൊക്കെ ജീവിക്കുന്നതാണ് നല്ലത്. അവർക്കാണ് മെച്ചമുള്ളത്. അവരുടെ ജീവിതമാണ് പുരോഗതി പ്രാപിക്കുന്നത്. ഞാൻ ഭക്തനായി ജീവിക്കുന്നു, വിശുദ്ധി കാത്ത് ജീവിക്കുന്നു, എന്നാ ഗുണം? അതാ താൻ അവിടെ എഴുതി വെച്ചത്. അപ്പൊ ദൈവത്തെ സേവിക്കുന്ന ഗുണമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നതാണ് നല്ലത്. 15-ാം വാക്യത്തിലേക്ക് നോക്കുക. 15-ാം വാക്യം, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ഐ സേ ഐ വിൽ സ്പീക്ക് ദസ്, behold I should offend against the generation of thy children. ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ നിന്റെ തലമുറയോട് ഞാൻ പാപം ചെയ്ത്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഇതൊന്നും പറഞ്ഞ കാര്യമല്ല. ആദ്യത്തെ 14 വാക്യങ്ങളിലും എഴുതിയത് താൻ പറഞ്ഞ കാര്യമല്ല. What he wrote there in the first 14 verses, that is, there is no use serving God, being holy and all that. Those things he did not speak. Those were only things that was there in his thought level. He was only thinking that and writing. He did not speak. In verse 15 he says, if I had spoken that, I would have been sinning against the next generation. What does it mean? If I had spoken all this, others would have listened and they would have said, yeah, what uncle said is true. There is no use serving God. There is no use being holy. Live wickedly. Live like sinners. That is better. നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഭവനത്തിൽ ജീവിക്കുന്നതിനെ ഓർക്കുക. മക്കൾ, ഭാര്യ, ചിലപ്പോ നാം പിതാക്കന്മാർ അല്ലെങ്കിൽ അമ്മമാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമായിരിക്കും. നാം ഓർക്കേണ്ടത് മക്കളെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. സഭയിൽ നാം പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ സഭയിലൊക്കെ വഴക്കിടാറില്ലേ? അങ്ങനെയുള്ള സഭകളുടെ അടുത്ത തലമുറ നന്നായി വളരെയൊന്നും കണ്ടിട്ടില്ല. നാം പറയുന്ന കാര്യങ്ങൾ അടുത്ത തലമുറയുടെ ഹൃദയത്തിൽ ഓരോ ഇംപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. വാട്ട് ഇംപ്രഷൻ ആർ വി ഗിവിംഗ്? ആർ വി സിന്നിങ് അഗൈൻസ്റ്റ് ദം in directing them to the wrong attitudes and ways? We have to mind our words. We have to mind our walk in words and walk. Be thou an example. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ബ്ലൂ പ്രിന്റ് ആണ്. It's like a blueprint. You know the meaning of blueprint. If you make a house, first of all you get a blueprint made, isn't it? And those who work at it, they will look at the blueprint and then they work. It is according to that plan that work is executed. Our life is a blueprint for others. Just imagine how others are being influenced by our life. ഒന്ന് വരുന്ന 11-ാം അധ്യായത്തിലേക്ക് അതിന്റെ 1-ാം വാക്യം നോക്കുക. 1 Corinthians chapter 11 and verse 1. Be followers of me, even as I also am of Christ. Be followers of me, even as I also am of Christ. Be followers of me. പൗലോസ് പറയാ, എന്റെ അനുകാരികളാകുവിൻ. തന്നെത്താൻ ഒരു മാതൃകയായി അവർക്ക് നൽകുകയാണ്. എങ്ങനെ? ഞാൻ യേശുക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഞാനത് I'm not going to explain it. This chapter 11 verse 1 is the conclusion of chapter 7 onwards. All right, think about chapter 7. There we see the marriage, matters of marriage being discussed. Chapter 8, the matter of offering unto idols. And chapter 9, about the ministry, apostleship and all that. Chapter 10 also, he tells about the Israelites and even the things of offered unto idols and all that he mentions there. And chapter 11 verse 1 concludes the whole section. Just as I am following Christ, you follow me. And if you look at this chapter 7 onwards, we see many things that Paul tells about himself. For example, marriage. He tells, just be like I am. That's better. I hope you understood it. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനായിരിക്കുന്ന പോലെ ആകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ പിന്നീട് അത് വായിച്ചുകൊള്ളുക. എന്നാൽ ഓരോരുത്തർക്കും അവരവരുടെ
വിളിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് എന്ന് പൗലോസ് അവിടെ പറയുന്നു. തന്നെ മാതൃകയായി നൽകുന്നു. And when you come to chapter 8, in chapter 8, what does he say? Things offered unto idols. താൻ പറയുന്നത് വിഗ്രഹങ്ങളൊന്നുമില്ല, തിന്നാലും തിന്നാലേലും ഒന്നുമില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് 13-ാം വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാ, chapter 8 and verse 13. Wherefore, if meat make my brother to offend, I will eat no flesh while the world standeth, lest I make my brother to offend. തിന്നാം തിന്നാതിരിക്കാം, വിഗ്രഹങ്ങളൊന്നുമില്ല, അതിനർപ്പിച്ചതൊന്നുമല്ല, സ്തോത്രത്തോട് ഭക്ഷിക്കുക. എന്നാൽ നിന്റെ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് അപകടമാകരുത്, അവരെ വിഷമിപ്പിക്കുന്നതാകരുത്. ക്രിസ്തു അവന് വേണ്ടി മരിച്ചു, നീ അവനെ വിഷമിപ്പിക്കുക, നീ അവനിടർച്ചയാകുക. You are becoming an offense to him. No, that should not happen. അപ്പൊ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളവരല്ല, നാം മറ്റുള്ളവർക്ക് ഇടർച്ചയല്ലാതെ ജീവിക്കണം. അതാണ് തന്റെ മാതൃക ഇവിടെ പറയുന്നത്. അതിന്റെ കൺക്ലൂഷനാണ് ചാപ്റ്റർ 11 verse 1. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നാം പാപമല്ലായിരിക്കാം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് ഇതെന്ത് തോന്നുന്നു, ബലഹീന സഹോദരന്മാർക്കുണ്ട്, അവർക്ക് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഞാനൊരു ക്യാമ്പിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോ അവിടെ വന്ന ഒരു ചോദ്യം ഇതായിരുന്നു: ബർമുഡ ഇട്ടുകൊണ്ട് യോഗത്തിന് വന്നാൽ കുഴപ്പമുണ്ടോ? Is it okay if I wear Bermuda and come for the meeting? I hope you understood what is Bermuda. The half pants. For children it's okay. This question came from an adult. Some people go like that, isn't it? Is it okay if I come with that? To the market you go there, to the shop you go there. And if I come for the meeting, is it okay? Is it sin? Can we say it is sin? No, it is not sin. But can we say that it is okay? No. It depends upon the group where you are. How the people accept it, how they take it, you have to understand that. We don't have a dress code for the meeting, that is true. But still, you have to think about others. How is it affecting others' mind? Is it acceptable to them? We cannot say whether it's acceptable or not, it's okay. No, that is not it. Paul is telling, I will not eat non-veg from now on, all my life, if it is going to offend somebody. Is eating non-veg sin, Paul? No, not at all. It is not sin. Then why you say that all your life you won't eat it? Because to gain a brother. I don't want to offend another person. You have to be sensitive about the feelings of others. I said about Bermuda, in some gatherings it may not be a problem. It doesn't mean that you can have it everywhere. Our attire and all that you can, including this. You should look at the mind of others. In every time and in every place and to every people, such rules may not be absolute. It's relative. So in each situation, you have to decide how it affects others, how others receive it. Is it affecting the conscience of somebody? മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിച്ചു വേണം ദൈവസഭയിൽ എവിടെയാണെങ്കിലും നാം ബിഹേവ് ചെയ്യുവാൻ. ഈ ബർമുഡ ഇട്ടുകൊണ്ടൊക്കെ വന്നോട്ടെ, അല്ലെങ്കിൽ അതിട്ടുകൊണ്ട് വന്നോട്ടെ, ഞാൻ ഇതിടുന്നതിന് എന്താ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പേഴ്സണലി ചോദിക്കാറുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ഈ പള്ളിയിലച്ചന്മാർ ഇട്ടുകൊണ്ട് വരുന്ന പോലെ ഒരു വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? അതിന് ഉത്തരവൊന്നും ആരും പറയാറില്ല.
എനിക്കങ്ങനെ വേണമെന്നല്ല, അതിന് ഉത്തരം പറയാൻ ഞാൻ ചോദിക്കില്ല സാധാരണ. ഈ നാളുകളിൽ സഭയിലൊക്കെ സാധാരണയുള്ള വേറൊരു പ്രോബ്ലം ഉണ്ട്. ദി യൂസ് ഓഫ് മൊബൈൽസ്. ചിലരൊന്നും വേദോസം കൊണ്ടുവരാറില്ല, മൊബൈലും പോക്കറ്റിൽ ഇട്ടോണ്ടെങ്കിൽ വരികയേ ഉള്ളൂ. ചിലപ്പോ പ്രസംഗിക്കുന്ന ഒരു മൊബൈൽ നോക്കി പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ട്, ഐപാഡ് ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ സഭയിലെ അനൗൺസ്മെന്റ്സ് അത് നോക്കി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പാട്ട് ഇപ്പൊ അത് നോക്കി കോമൺ ആയിരിക്കുക. അതിന് കുഴപ്പമുണ്ടോ? You decide how your group accepts it. All groups may not, all congregations may not take it as an offense. Depends upon the group, depends upon the people in the congregation. ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട്, ശരിയാ. മാത്രമല്ല ഒരു കാലത്ത് ഇതൊക്കെ സാധാരണയാകും, അതും ശരിയാ. എന്നാൽ ഇപ്പം നാം ആയിരിക്കുമ്പോ, is it acceptable to them? Or is it, bringing questions in the congregations? If questions are raised, it's better to keep away. I hope it is clear. ആ 9-ാം അധ്യായം 10-ാം അധ്യായത്തിലും ഒക്കെ പൗലോസ് തന്റെ തീരുമാനങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ 11:1 താൻ 7-ാം അധ്യായം തൊട്ട് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുന്നത്. Be followers of me, even as I also am of Christ. ക്രിസ്തുവിൽ ഇതെല്ലാം കാണുന്നു. മറ്റുള്ളവരെ നേടേണ്ടതിന് അവൻ സകലവുമായി തീർന്നു. പൗലോസും മറ്റുള്ളവരെ നേടേണ്ടതിന് അവൻ സകലവുമായി തീർന്നു. നാമും മറ്റുള്ളവരെ നേടേണ്ടതിന് അവർക്ക് മാതൃകകളായിരിക്കാം. ഫിലിപ്പ് ലേഖനം 1:10 വായിക്കുമ്പോ നമ്മോട് കാണുന്നത് we should be without offense. We should be sincere and without offense. നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമാകണം. നിർമ്മലന്മാരായിരിക്കണം, എങ്കിൽ നാം ഇടർച്ചയില്ലാത്തവരായിരിക്കും. നാം 1 പത്രോസ് 5-ാം അധ്യായം 3-ാം വാക്യം, വളരെ വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് വായിക്കുവാനൊക്കെ ഉണ്ടെങ്കിലും എല്ലാറ്റിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സമയവും കഴിയുന്നുവല്ലോ. 1 പത്രോസ് 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് സഭയിലെ നേതൃത്വത്തോട് പത്രോസ് പറയുന്നത്. It's told to the leadership in the assembly. What does it say? Verse 3, neither as being lords over God's heritage, but being examples to the flock. കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, being lords. You cannot put authority upon people. It's God's people. It's his flock. But then how you can gain, how you can lead? By being example. Walk before them. And this attitude and duty is there for everyone. Walking before them and guiding them. The first thing I said is we are servants one another. The second thing I said was we are examples one another. തമ്മിൽ അടിമകളാ, ശുശ്രൂഷകരാ, അല്ലെങ്കിൽ സേവിക്കേണ്ടവരാ. രണ്ടാമത്തത് നാം മാതൃകകളാണ് തമ്മിൽ. മൂന്നാമത്തത് നാം തമ്മിൽ കാവൽക്കാരും. കീപ്പേഴ്സ് വൺ അനദർ, കീപ്പേഴ്സ് വൺ അനദർ. Let's turn to James chapter 5. James chapter 5 and look at verses 19 and 20. Brethren, if any of you do err from the truth, and one convert him, let him know that he which converteth the sinner from the error of his way shall save a soul from death and shall hide a multitude of sins. Difficult verses, but simply let me explain like this. Oru vishwasi, a believer, it's about the believer because it tells brethren, sahodharanmare, it's about the sahodharanmar. If one sin and continues in it, what's our duty? Convert him or bring him back. Bring him back. And that's what you're doing. You're saving him. Saving him from what? From death.
If a brother, a sister continues in sin without repentance, well, it can lead to physical death. And it is our duty to see that others don't go in the wrong way. മറ്റുള്ളവർ തെറ്റിൽ ജീവിക്കാതെ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും അവരെങ്ങനെയും പോട്ടെ, എന്തിനായി പറഞ്ഞ് അവരെ മുഷിപ്പിക്കുന്നത്, ഇങ്ങനെ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. You should not do that. If you know that others, as a person is, a believer is going the wrong way, maybe others do not know. Maybe that brother doesn't know or sister doesn't know that you know it, but somehow you came to know it. It's your duty to correct him. ഞാനിങ്ങനെ പറയട്ടെ, നാം ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ പറയാതെ ഇരുന്ന ഒരു സഹോദരൻ, സഹോദരി അല്ലെങ്കിൽ ഒരു വിശ്വാസി തെറ്റായ വഴികളിൽ അപകടങ്ങളിൽ ചെന്ന് പെടുമ്പോ ഞാനൊന്ന് പറയേണ്ടതായിരുന്നു എന്ന് വിഷമിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? ചിലർക്കെങ്കിലും അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. We are others keepers. നാം മറ്റുള്ളവരുടെ സൂക്ഷിപ്പുകാരൻ. In Genesis chapter 4, we have a very good example. Genesis chapter 4, that's about Cain. Cain murdered Abel. And then we see God confronting Cain and asking this question. What was that question? Where is your brother? In fact, in Genesis, there are 3 important questions. Number 1, you have in chapter 3, Adam, where are you? And then chapter 4, we have the second question. Cain, where is your brother? And in chapter 18, we have another question. Abraham, where is your wife? The last one is in connection with your family. The second one is in connection with your relationship with others. And the first one is in connection with yourself. നമ്മെ തന്നെ സംബന്ധിക്കുന്ന ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തത് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം, മൂന്നാമത്തത് കുടുംബം. All these 3 questions are important and we have to answer rightly. We are responsible. Okay, I'm not going into all 3. The second one, where is your brother? And what was the answer that Cain gave? Am I my brother's keeper? ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? We don't find an answer directly given by the Lord, but read that whole portion. That is the answer. What is the answer? Yes, Cain, you were supposed to keep your brother. And who wrote that? Moses wrote that. For whom he wrote it? For the people in the wilderness. മരുഭൂമിയിലുള്ള ഇസ്രായേലിന് വേണ്ടി മോശ എഴുതിയതാണ് ആ 4-ാം അധ്യായം. 4-ാം അധ്യായം മാത്രമല്ല, ആദ്യത്തെ 5 ബുക്കുകൾ. അപ്പോ അവർ ആ കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ച് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം തമ്മിൽ കാവൽക്കാരാണ്. നാം തമ്മിൽ കാവൽക്കാരാണ്. ഒന്നിച്ച് പാർക്കുമ്പോൾ നാം തമ്മിൽ കാവൽക്കാരായിരിക്കണം. Then those chapters are now come to us, the New Testament believers. What should we understand it? We are keepers one another. We are keepers one another. When somebody goes wrong, it is our duty to go after and gain them. Dear brothers and sisters, I hope these truths are very clear to us. Servants, examples, and keepers. നാം തമ്മിൽ സേവിക്കേണ്ടവരാ, അടിമകളാ. നാം തമ്മിൽ മാതൃകളാ. നാം തമ്മിൽ കാവൽക്കാരാ. സഭയായി, സ്ഥലം സഭയായി ജബലിൽ നമ്മെ നാട്ടിയിരിക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു, ഒരു സഭാ ഉപദേശങ്ങളിൽപ്പെട്ട ഒരു വിഷയമല്ല ഞാൻ എടുക്കുന്നത്. എന്നാൽ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുക. നാം എങ്ങനെ സ്ഥലം സഭയിൽ അല്ലെങ്കിൽ ഭവനത്തിൽ അല്ലെങ്കിൽ വെളിയിൽ നാം എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഇതെല്ലാം ഓർപ്പിക്കും. Let's remember our duties. Let's remember our duties. Let me tell you another thing before I close. നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ. എന്നെ കേൾക്കുന്നവര് ചിലർ സഭയിലെ മൂപ്പന്മാരാണ്, ചിലർ ശുശ്രൂഷകന്മാരാണ്, ചിലർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സാ, ചിലർ വ്യക്തിപരമായി മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാ, ചിലർ മറ്റാരും കാണാത്ത ശുശ്രൂഷകൾ ചെയ്യുന്നവരാ, കർത്താവ് കാണുന്നു. അങ്ങനെ പല ശുശ്രൂഷകൾ ചെയ്യുന്നവരാ നാം ഓരോരുത്തരും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നാം ജീവിക്കുമ്പോൾ
നമ്മെ തന്നെ ആദ്യം സൂക്ഷിക്കണം. നമ്മെ തന്നെ ആദ്യം നാം സൂക്ഷിക്കണം. ഞാൻ 2 വാക്യങ്ങൾ ഒന്ന് കാണിച്ചോളട്ടെ. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 20-28 വാക്യം. ഈ വാക്യമൊക്കെ നാം മുൻപ് കണ്ടിട്ടുള്ളത്. 20-28 എഫെസോസിലെ മൂപ്പന്മാരോട് പൗലോസ് പറയുന്ന വാക്കുകൾ. Acts 20:28. Take heed therefore unto yourselves and to all the flock. To yourselves and to all the flock. To all the flock, that's your duty. But before that, there is another duty. What is that? Take care of yourself. നിന്നെ തന്നെ സൂക്ഷിക്കുക. പിന്നെ ആട്ടിൻകൂട്ടത്തോടുള്ള ഉത്തരവാദിത്തമായി ഇതുവരെയും കണ്ടത്. അത് ചെയ്യുമ്പോ നമ്മെ തന്നെ ആദ്യം സൂക്ഷിക്കണം. നാം എങ്ങനെയുമായിരുന്നിട്ട് മറ്റുള്ളവരെ സൂക്ഷിക്കാൻ പോയാ അത് പ്രായോഗികമല്ല. നിന്നെ തന്നെ. മറ്റൊരു വാക്യം 1 തിമോത്തിയോസ് 4 അധ്യായം അതിന്റെ 16 വാക്യം നോക്കുക. 1 തിമോത്തിയോസ് 4:16. Take heed unto thyself and unto the doctrine. നിന്നെ തന്നെയും ഉപദേശത്തെയും. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ മൂപ്പന്മാരോടാ പറഞ്ഞത്. അവരുടെ ഉത്തരവാദിത്വം ആടിനെ നോക്കുക. അപ്പോൾ ആടിനെ നോക്കുന്നതിന് മുമ്പ് നിന്നെ തന്നെ നോക്കുക. തിമോത്തിയോസിന്റെ ഉത്തരവാദിത്വം ഉപദേശമാണ്. ഉപദേശത്തിലുള്ള ശുശ്രൂഷകളാണ്. ഉപദേശം പഠിപ്പിക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോ നിന്നെ തന്നെ ആദ്യം സൂക്ഷിക്കുക. thyself and unto the doctrine. നിന്നെ തന്നെയും ആ ഉപദേശത്തെയും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് മുൻപ് നമ്മെ തന്നെ സൂക്ഷിക്കണം. നാം മറ്റുള്ളവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കാതെ വല്ല അപകടങ്ങളിലും പെട്ടാൽ, ആത്മീയ അപകടങ്ങളിൽ പെട്ട് വീഴ്ച വന്നാൽ അത് എത്രയോ വലിയ വീഴ്ചയായിരിക്കും. 1 കൊരിന്ത്യർ 9 അധ്യായം നോക്കുക. 1 കൊരിന്ത്യർ 9 അധ്യായം അതിന്റെ 27 വാക്യം പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. ഞാൻ അത് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വളരെ പോയല്ലോ. 27 വാക്യം. But I keep under my body and bring it into subjection, lest that by any means, when I have preached to others, I myself should be a castaway. After giving this rules to others, if I break it and I become a castaway, what a shame. ഞാനിത് മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ അതിനെ തെറ്റിച്ചാലോ, അതെന്തൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു വരുവാൻ ഇടവരരുത്. എന്റെ ജഡത്തെ ഞാൻ അതുകൊണ്ട് I bring it into subjection, അടിമയാക്കുന്നു. മറ്റൊരു തർജ്ജിമ പറയുന്നത് I hit it black and blue. It's a fight. It's a warfare against your own self, against your own flesh. That's taking care of yourselves. തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊള്ളട്ടെ. തീത്തോസിന്റെ ലേഖനം 2 അധ്യായം അതിന്റെ 8 വാക്യം നോക്കുക. തീത്തോസ് 2:8. Sound speech that cannot be contemned, that he that is of the contrary part may be ashamed, having no evil thing to say of you. These are verse 6 onward. Young men likewise exhort to be sober-minded in all things, showing thyself as a pattern of good works, in doctrine showing uncorruptness, brevity, sincerity, and it goes on like that. അങ്ങനെ പറഞ്ഞു തീത്തോസിനോടും അതുപോലെ യങ്സ്റ്റേഴ്സിനോടും ഒക്കെ പറയുന്ന ഭാഗത്ത് പറയുന്നത് മാതൃകയായിരിക്കണം. ആ മാതൃകയായിരിക്കണം. ശത്രു ഉണ്ട്, ശത്രു എതിര് പറയാൻ നോക്കി നിൽക്കുക. Don't give a chance for the enemy to say anything contrary. എന്നിട്ട് അതിന്റെ അവസാന ഭാഗം നോക്കുക. അവിടെ നിന്ന് കാണുന്ന having no evil thing to say of you. നിന്നെക്കുറിച്ച് ഒന്നും ശത്രു പറയുവാൻ ഇട കൊടുക്കരുത്. വാസ്തവത്തിൽ ശരിയായ തർജ്ജിമ ഓഫ് യു എന്നല്ല, പിന്നെ ഓഫ് അസ് എന്നാണ്. നമ്മെക്കുറിച്ചൊന്നും പറയുവാൻ നാം ഇട കൊടുക്കരുത്. നമ്മെക്കുറിച്ച് എന്ന് വെച്ചാൽ നീ വീണ നിന്നെക്കുറിച്ചല്ല ശത്രു പറയുന്നത്. തീത്തോസോ അവിടെയുള്ള ഏതെങ്കിലും യൗവനക്കാരോ വീണാൽ അവരെ കുറിച്ചല്ല ശത്രു പറയുന്നത്, നമ്മെക്കുറിച്ച. സേ ഓഫ് അസ്. KJV തർജ്ജിമ അവിടെ തെറ്റാ.
സേ ഓഫ് അസ്, നമ്മെക്കുറിച്ച്. സഭയുടെ നേതൃത്വത്തിലുള്ളവരെ കുറിച്ച് വിചാരിക്കുക, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലുള്ളവരെ കുറിച്ച് വിചാരിക്കുക. അവരൊന്ന് വീണ അവര് മാത്രമല്ല അപമാനിതരാകുന്നത്, ആ കൂട്ടം മുഴുവനാണ്, സഭ മുഴുവനാണ്, സമൂഹം മുഴുവനുമാണ്. ആ നമ്മെക്കുറിച്ച് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സഭയിൽ ചെയ്യുന്നവർ, വിശ്വാസികൾ എന്ന് തങ്ങളെ തന്നെ അവകാശപ്പെടുന്നവർ എത്രമാത്രം തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണാം. നിന്നെ തന്നെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം പലതുണ്ടായിരിക്കാം. ഇനി അടുത്ത കാഴ്ച ക്ലാസ്സിലല്ലോ എന്ന് വിചാരിച്ച ആരും ചോദ്യം ചോദിക്കാതിരിക്കണ്ട. ചോദ്യമൊക്കെ ഇട്ട ആ വാട്സപ്പിലൂടെ ഒക്കെ ആൻസർ പറയാവുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നാം ഇത് കണ്ടത്. എന്നാൽ നമ്മുടെ ശുശ്രൂഷയോടുള്ള, സഭാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യമുള്ള കാര്യമല്ല. നമ്മെ തന്നെ നാം സൂക്ഷിക്കണം. ഒടുവിൽ നാം അതാ കണ്ടത്. എന്നിട്ട് നമ്മുടെ ജോലി എന്ത് ജോലി? ബീങ് സെർവൻസ്, ബീങ് എക്സാമ്പിൾസ്, ബീങ് കീപ്പേഴ്സ്. We can exercise this only if we keep ourselves. If we go on doing this and if we don't keep ourselves and if we fall, what a shame, not just to you, to all. ഒടുവിൽ വരെയും വിശ്വസ്തമായിരിക്കുവാൻ ആ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, ആ നിലയിൽ നാം നമുക്കുള്ള അവസരങ്ങൾ കർത്താവിനായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഒടുവിലായിട്ട് പറഞ്ഞത്, നാം ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്കുള്ള ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ സെർവൻസ്, എക്സാമ്പിൾസ്, കീപ്പേഴ്സ്, ഇവയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റേണ്ടവരാണ്. നാം നിറവേറ്റുമ്പോൾ നമ്മെ തന്നെ നാം സൂക്ഷിക്കുന്നവരായിട്ടിരിക്കാം, അവനെ മഹത്വപ്പെടുത്തി ജീവിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഭാ ജീവിതത്തിൽ നാം കേട്ട കാര്യങ്ങളൊക്കെയും പ്രയോജനമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്നവർ ചിലർ ഓരോ ശുശ്രൂഷ ചെയ്തവരായിരിക്കുമല്ലോ. സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ളവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മൂപ്പന്മാരായിട്ടുള്ളവർ, ശുശ്രൂഷകന്മാരായിട്ടുള്ളവർ, എന്തെങ്കിലുമൊക്കെ കർത്താവിനായി ചെയ്യുന്നവർ, മറ്റൊന്ന് ഓർക്കേണ്ടത് പിശാച് അങ്ങനെയുള്ളവരുടെ പിന്നാലെയാണ്. അതുകൊണ്ട് നിന്നെ തന്നെ, പിന്നെ നിനക്കുള്ള ശുശ്രൂഷകൾ എന്ത് നാം കേട്ടു. അവയെ തിരിക്കുന്നവരായിരിക്കാം, കർത്താവിനായി ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ വരുന്ന ആളുകളിൽ സഭയായി വ്യക്തികളായിട്ടും ജീവിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ഈ വാക്കുകൾ മുഖാന്തരവും ദൈവമായ കർത്താവ് നമ്മെ അവരെയും സഹായിക്കാറാകട്ടെ. ദൈവതിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കെന്നും വചനത്തിൽ നിന്ന് ശക്തമായ താക്കീതുകളും ശക്തമായ വചനത്തെയും ഇന്നും വീണ്ടും ദൈവം നമ്മെ കേൾപ്പിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഓരോരുത്തരും സഭയിൽ ഏത് രീതിയിൽ നമ്മെ തന്നെ ക്രമീകരിക്കണം, ഏത് രീതിയിൽ നമ്മെ തന്നെ, നമ്മുടെ ശുശ്രൂഷകളെ നാം ഏത് രീതിയിൽ ക്രമീകരിക്കണമെന്ന് നമുക്ക് ഇന്നും കേൾക്കുവാനായിട്ട് പ്രിയദാസനിലൂടെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. വളരെ സമയം പോയതറിഞ്ഞില്ല. അത്രമാത്രം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് പ്രിയദാസനെ ദൈവത്തെ ഉപയോഗിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം മറ്റുള്ളവർക്ക് അന്യോന്യം ദാസരായിരിക്കാൻ, അന്യോന്യം മാതൃകളായിരിക്കാൻ, അന്യോന്യം കാവൽക്കാരായിരിക്കാൻ നമുക്ക് വലിയ ആവശ്യതയെക്കുറിച്ച് നമുക്കിന്നും കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കൂടാതെ നമ്മെ തന്നെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. നമ്മെ തന്നെ നാം എത്രമാത്രം കരുതലോടെ ആ ശുശ്രൂഷകൾ ചെയ്യണമെന്ന് നമുക്ക് കേൾക്കുവാനായിട്ട്, ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നാം കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ട് ക്രിയ ചെയ്യുവാൻ, അതിലൂടെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ അങ്കിളിനോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 6 ആഴ്ചകൾ ഞങ്ങളോടുകൂടെ ആയിരിക്കാനും വചനത്തിന്റെ സത്യങ്ങളെ വളരെ ലളിതമായിട്ട് എന്നാൽ വളരെ ശക്തിയോടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ സംസാരിക്കുവാൻ ദൈവം എടുത്തുപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ
അങ്കിളിനോടുള്ള നന്ദിയെയും ഈ തരുണത്തില് ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകം നമുക്കെല്ലാം പ്രിയ ദാസിന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ കടമയുണ്ട്. ആ രീതിയിൽ നമ്മയെല്ലാം ആ ദിവസങ്ങളിൽ കൂടുതലായിട്ട് പ്രിയങ്കളിനെ ഓർക്കുവാനും ശുശ്രൂഷകളിൽ വർദ്ധിച്ചു വരുവാൻ, അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ബലവുമായി തീരുവാൻ ദൈവമെടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം.